hello, welcome to Competitive Cracker. ഞാൻ ധന്യ. സോ നമ്മുടെ ഏകലവ്യയുടെ TGT ആൻഡ് PGT എക്സാം ഇങ്ങ് അടുത്തു അല്ലെ. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ആ ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ അതിൽ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ നമുക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. സോ 30 മാർക്കിനുള്ള ടീച്ചിങ് ആപ്റ്റ്യൂഡ് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ഓൾറെഡി ഇപ്പൊ TGT-കാരെ സംബന്ധിച്ചിടത്തോളം അവർ CTET ക്വാളിഫൈ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി, BEd അതുപോലെ CTET ക്വാളിഫൈ ചെയ്യണം. അപ്പൊ ആ CTET-ൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആയിട്ട് ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സൈക്കോളജി ആയിക്കോട്ടെ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ മെൻഷൻ ചെയ്ത മീൻസ് സിലബസിൽ മെൻഷൻ ചെയ്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് മാത്രം പഠിച്ചിട്ട് ആരും എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത്. അല്ലാതെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ PGT-ന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ CTET വേണമെന്നില്ല, പക്ഷെ BEd വേണമല്ലോ. അതായത് ഡിഗ്രി, PG, BEd അങ്ങനെയുള്ളവർക്കാണ് PGT എഴുതാനായിട്ട് പറ്റുന്നത്. അപ്പോഴും നമ്മൾ BEd-ൽ കുറച്ച് സൈക്കോളജിയും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാരണം. ഇന്നിപ്പോ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻസും PYQ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഞാൻ അവസാനത്തെ ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് വിട്ടു തരുവാണ്. അത് നിങ്ങളായിട്ട് തന്നെ ആൻസർ ചെയ്യണം. അപ്പൊ ആദ്യം തൊട്ട് തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക. ദെൻ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഞാൻ ആൻസർ പറയുമ്പോൾ അതൊന്ന് നിങ്ങളുടെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ 10 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതും കൂടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ദെൻ അവസാനത്തെ 2 ആൻസറും കൂടെ കമന്റ് ചെയ്യണം കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്? അസസ്മെന്റ് ഓഫ് ലേണിംഗ്: സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, ആനുവൽ എക്സാമിനേഷൻ, അസസ്മെന്റ് ഓഫ് ഹോംവർക്ക്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക. ദെൻ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം അറിയേണ്ട കാര്യം, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണല്ലോ അല്ലെ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണെങ്കിൽ അതെന്താ, ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. ഇനി അസസ്മെന്റ് ആസ് ലേണിംഗ് ആണെങ്കിൽ, ആസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെൽഫ് അസസ്മെന്റ്. ഓക്കെ, സെൽഫ് അസസ്മെന്റ്. അപ്പൊ അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണെങ്കിൽ സമ്മേറ്റീവ് അസസ്മെന്റ്, അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റ്, അസസ്മെന്റ് ആസ് ലേണിംഗ് ആണെങ്കിൽ സെൽഫ് അസസ്മെന്റ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്തായിരിക്കും, ഫോർമേറ്റീവ് അല്ല, അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്, ദാറ്റ് ഈസ് സമ്മേറ്റീവ് അസസ്മെന്റ്. അപ്പൊ സമ്മേറ്റീവ് അസസ്മെന്റ് എക്സാമ്പിൾ അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ആണ്. ഇപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇതിൽ എക്സാമ്പിൾ ഏതാണെന്ന് സെർച്ച് ചെയ്ത് പോകരുത്. കാരണം നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു തെറ്റാ, ആ നോട്ട് അങ്ങോട്ട് കാണില്ല അല്ലെ. അതായത് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിൽ നോട്ടുള്ളത് ക്വസ്റ്റ്യനേ കാണില്ല അല്ലെ. നമുക്ക് ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനേ കാണില്ല. പിന്നെയാണ് ആ ക്വസ്റ്റ്യനിലുള്ള നോട്ടാണോ അല്ലെങ്കിൽ എക്സാമ്പിൾ ആണോ എന്നൊന്നും നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കുക. കാരണം 1 മാർക്ക് എന്ന് പറഞ്ഞാൽ 1 മാർക്കിന് അവിടെ അത്രയും വിലയുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് എക്സാമ്പിൾ അല്ലാത്തത് ഇതെന്നാണ്: സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, അനക്ഡോട്ടൽ റെക്കോർഡ്, ആനുവൽ എക്സാമിനേഷൻ, അസസ്മെന്റ് ഓഫ് ഹോംവർക്ക്. സോ ഇതിൽ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നമ്മൾ ഡ്യൂറിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ തന്നെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി ഡ്യൂറിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ നടത്തുന്ന അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. എൻഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ നടത്തുന്ന അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണല്ലോ. സോ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നമ്മുടെ സമ്മേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആണ്. ഇനി അനക്ഡോട്ടൽ റെക്കോർഡ്, അതും എന്താ, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നതും എന്താണ്, സമ്മേറ്റീവ് അസസ്മെന്റ് എക്സാമ്പിൾ ആണ്. ആനുവൽ എക്സാമിനേഷൻ പിന്നെ പറയേ വേണ്ട അല്ലെ, അതെന്തായാലും അതിന് എക്സാമ്പിൾ ആണ്. ദെൻ അസസ്മെന്റ് ഓഫ് ഹോംവർക്ക് ആണ്. ഇപ്പൊ ഹോംവർക്ക് ആണ് നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അസസ് ചെയ്യുക അല്ലെങ്കിൽ അത് നോക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ സമ്മേറ്റീവ് അസസ്മെന്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻ ഡി തന്നെയാണോ മാർക്ക് ചെയ്തതെന്ന് നോക്കണം. നിങ്ങൾ ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. സോ ആ 1 മാർക്ക് എഴുതി വെക്കാം. അടുത്തത്, ഇഫ് സ്റ്റുഡൻസ് ആർ നോട്ട് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദെയർ സ്റ്റഡീസ്, ദ ടീച്ചർ ഷുഡ് എന്ത് ചെയ്യും,
കുട്ടി മര്യാദയ്ക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല പഠിക്കുന്നതിൽ. അപ്പൊ ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? ഫയൽ എ കംപ്ലൈന്റ് വിത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് പാരന്റ്സ് ആൻഡ് സീക്ക് ദെയർ ഇന്റലിജൻസ്. ദെൻ find out the causes for lack of interest and take corrective measures. Ask them as to why they not taking interest in their studies. Tell them that taking interest in their studies would lead to good result. അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? വീഡിയോ പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫയൽ എ കംപ്ലൈന്റ്, നമ്മൾ എന്തായാലും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ആസ് എ ടീച്ചേഴ്സ് നമുക്കിപ്പോ കംപ്ലൈന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ കോസസ് ഫോർ ദി ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്, അതാണോ? ആസ്ക് ദം ആസ് ടു വൈ ദേ ആർ നോട്ട് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദെയർ സ്റ്റഡീസ്. ആ കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കുട്ടികളോട് ചോദിക്കണം നീ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കാത്ത എന്ന് കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ അത് നമുക്ക് അറിഞ്ഞു വെക്കണം. പക്ഷെ അങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതും തെറ്റാണ്. ടെൽ ദം ദാറ്റ് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദെയർ സ്റ്റഡീസ്, നമ്മൾ പറയാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയാണ് കുട്ടിയോട് നീ നാളെ തൊട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കണം, എന്നാലേ നിനക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് കുട്ടികളോട് അങ്ങനെ പറഞ്ഞിട്ടും ആക്ച്വലി കാര്യമില്ല, ഇല്ലല്ലോ. അപ്പൊ എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഫൈൻഡ് ഔട്ട് ദ കോസസ് ഫോർ ദി ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടേക്ക് ദ കറക്റ്റീവ് മെഷേഴ്സ്. അതായത് കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻട്രസ്റ്റ് വരാനുള്ള വഴി നമ്മൾ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Mohan can now think in terms of propositions and deal with the propositions instead of objects. He deals with some total of the possibilities rather than empirical situation. So he takes the final steps towards versatility in thought. Mohan is at which stage of Piaget's model? കണ്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സൈക്കോളജി ഞാൻ പറഞ്ഞു, സൈക്കോളജി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. സോ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പിയാഷന്റെ തിയറി, ജീൻ പിയാഷയുടെ തിയറി. അപ്പൊ അതിൽ 4 സ്റ്റേജസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അങ്ങനെ 4 സ്റ്റേജസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഇത്രയും വലിയൊരു ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ മോഹൻ ഇപ്പൊ ഏത് സ്റ്റേജിലാണ് എന്നാണ്. സോ നമുക്ക് പക്ഷെ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്കിക്കേ, മോഹൻ ക്യാൻ നൗ തിങ്ക് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോസിഷൻസ് ആൻഡ് ഡീൽ വിത്ത് ദ പ്രൊപ്പോസിഷൻ ഇൻസ്റ്റെഡ് ഓഫ് ദി ഒബ്ജക്ട്സ്. He deals with the sum total of the possibilities rather than the empirical situation. അപ്പൊ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവര് എല്ലാ പോസിബിൾ വേസും അവര് നോക്കുന്നുണ്ട്. Then he takes the final step towards the versatility in thought. Mohan is at which stage of Piaget? അപ്പോ ശരിക്കും 4ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അത് എല്ലാ രീതിയിലും ചിന്തിക്കുന്നു, പിന്നെ എല്ലാ ഡെവലപ്മെന്റും കൂടുതലായിട്ട് വരുന്നത് ആ ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് 4ാമത്തെ സ്റ്റേജിലാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. The activities of speaking and performing the experiments are the kinds of factual knowledge, research skills, higher order thinking, procedural knowledge. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്നതാണ് ടൈപ്സ് ഓഫ് നോളജ്. അപ്പൊ അത് എത്ര ടൈപ്പ് നോളജ് ഉണ്ട്? ഫാക്ച്വൽ നോളജ് ഉണ്ട്, കോൺസെപ്ച്വൽ നോളജ് ഉണ്ട്, പ്രൊസീജറൽ നോളജ് ഉണ്ട്, മെറ്റാ കോഗ്നിറ്റീവ് നോളജ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് പെർഫോമിംഗ് ദ എക്സ്പെരിമെന്റ്സ് ആർ ദി കൈൻഡ്സ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് പെർഫോമിംഗ് ദ എക്സ്പെരിമെന്റ്. സോ പെർഫോമിംഗ് ദ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയണം. ഏതാണ് ആൻസർ? ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഫാക്ച്വൽ നോളജ് ആണോ, റിസർച്ച് സ്കിൽസ് ആണോ, ഹയർ ഓർഡർ തിങ്കിങ് ആണോ, പ്രൊസീജറൽ നോളജ് ആണോ? ഏതാ വരുന്നത്? ഓപ്ഷൻ 4 ആണ് വരുന്നത് അല്ലെ? പ്രൊസീജറൽ നോളജ് ആണ്. കാരണം ഈ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്യുക, പഠിച്ച കാര്യത്തിൽ അപ്ലൈ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? പ്രൊസീജറൽ നോളജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ദ സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ? സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ ആക്ച്വലി ഏതിൽ വരുന്നതാ? നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആക്ച്വലി നമ്മൾ NEP 2020 എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ NEP 2020 വരുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. കാരണം NEP 2020 ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് കൂടുതലായിട്ടും പറയുന്നത്. അപ്പൊ അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡിലാണ്.
അപ്പോ എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പഠിക്കണം, ദെൻ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അതും പഠിക്കണ്ടേ? ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പഠിക്കണം. അതിന്റെ കൂടെ പഠിക്കേണ്ട കാര്യമാണ് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ. അപ്പൊ എന്താണ് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരു 3 സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷനെയും അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനേക്കും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു അല്ലെങ്കിൽ വരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇതൊരു ക്ലാസ് റൂം ആണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു സ്കൂളാണെന്നുണ്ടെങ്കിൽ അവരെ അതിൽ കൂട്ടാതെ സെപ്പറേറ്റ് നിർത്തുന്ന ഒരു ഫോം ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ എന്നൊക്കെ പറയും. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ ആക്ച്വലി ആ ഒരു സ്കൂളിൽ തന്നെ കൂട്ടുന്നുണ്ട്. പക്ഷെ എന്താണ്, അവർക്കൊരു സെപ്പറേറ്റ് അറ്റൻഷനും കെയർ ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സെപ്പറേറ്റ് അറ്റൻഷനും കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ തന്നെ അവരെ ഇരുത്തുന്നു, ദെൻ അവർക്ക് അങ്ങനെ സ്പെഷ്യൽ കെയറും അറ്റൻഷനും ഒന്നും കൊടുക്കുന്നില്ല. സാധാ ഒരു നോർമൽ സ്റ്റുഡൻസിന് എങ്ങനെയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, കെയറും അറ്റൻഷനും കൊടുക്കുന്നത്, അതേപോലെ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു നോർമൽ സ്റ്റുഡന്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നു. അതായത് എല്ലാ സ്റ്റുഡൻസും ഒരു ഒറ്റ കൊടക്കീഴിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഏതിൽ വരുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. സോ നമുക്കിവിടെ അറിയേണ്ടത് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷന്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഫസ്റ്റ് വൺ, ടീച്ചിങ് ദ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ക്ലാസ് റൂം. Placing the students in a mainstream classroom with some adaptations and resources, including all children regardless of their ability level in mainstream school. Full membership to the students with disabilities in age appropriate classes in their neighborhood schools. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ടീച്ചിങ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ക്ലാസ് റൂം. പ്ലേസിംഗ് ദ സ്റ്റുഡൻസ് ഇൻ എ മെയിൻ സ്ട്രീം ക്ലാസ് റൂം വിത്ത് സം അഡാപ്റ്റേഷൻസ് ആൻഡ് റിസോഴ്സസ്. അത് വരുമോ? കാരണം അങ്ങനെ വരുന്നത് എന്താണ്? നമ്മുടെ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡിലാണ് അവിടെ വരുന്നത്. ഇനി ഇൻക്ലൂഡിംഗ് ഓൾ ചിൽഡ്രൻ റിഗാർഡ്ലെസ് ഓഫ് ദെയർ എബിലിറ്റി ലെവൽ എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. ഇനി താഴത്തെ വരുമ്പോഴും അത് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷനിൽ വരുന്നില്ല. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതിലല്ലേ നോക്കിക്കേ, ഇൻ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ക്ലാസ് റൂം ഓർ സ്കൂൾ അല്ലെ. സെപ്പറേറ്റ് സ്കൂളിൽ അവരെ കൊണ്ടുപോകുന്നത് എന്താണ്? സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു നിങ്ങൾ ഇതൊന്നും വരില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്ന ഒരു ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി അടുത്തൊരു ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി സ്റ്റുഡൻസും ചിലപ്പോൾ ഈ ഒരു ഏരിയ ഏകലവ്യക്കായിട്ട് ചിലപ്പോൾ പഠിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ ലേണിംഗ് സ്ട്രാറ്റജി വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി 5 E's. നമുക്കറിയാലോ 5 E's എക്സ്പ്ലോർ. അത് ഏതൊക്കെയാ വരുന്നത്? എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ അത് ഏതിലാണ് വരുന്നത്? കൺസ്ട്രക്റ്റിവിസം ആണോ, സോഷ്യൽ ഇൻക്വയറി മോഡൽ ആണോ, ബ്രാഞ്ചിങ് പ്രോഗ്രാമിംഗ് ആണോ, ടീം ടീച്ചിങ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? കൺസ്ട്രക്റ്റിവിസം ആണ്. 5 E's ഓഫ് കൺസ്ട്രക്റ്റിവിസം അല്ലെ. നമ്മൾ കൺസ്ട്രക്റ്റിവിസത്തിലാണ് അത് പഠിക്കുന്നത്. 5 E's എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 5 E ഏതൊക്കെയാ? എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. ഇതും ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സോ കൺസ്ട്രക്റ്റിവിസം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, one has to perform some activity, maybe physical or mental or both, to learn something. It implies that എന്താ? learning is a comprehensive process, learning is goal oriented, unlearning is also a learning process, then learning is an active process. ഏതാണ് വരുന്നത്? വളരെ സിമ്പിൾ ആണ്. one has to perform some activity, maybe physical or mental or both, to learn something എന്ന് പറയുമ്പോൾ learning is an active process എന്നൊരു പോയിന്റ് ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കൂടുതലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ ഇവാലുവേറ്റീവ് സിസ്റ്റം ഇൻ എഡ്യൂക്കേഷൻ? നമുക്കറിയാം നമ്മുടെ ഏകലവ്യയിൽ മെയിൻലി അവിടെ പറയുന്നുണ്ട് അസസ്മെന്റും ഇവാലുവേഷൻ ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഇവാലുവേഷൻ സിസ്റ്റം ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. To rank the students based on their performance, to identify students' strength and weakness, to impose strict discipline on students, then to assign grades arbitrarily. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ജസ്റ്റ് സ്റ്റുഡൻസിന് റാങ്ക് കൊടുക്കാനാണോ? അല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ടു ഐഡന്റിഫൈ ദി സ്റ്റുഡൻസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ എന്തിനാ ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തുന്നത്?
കുട്ടികളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിഞ്ഞു കഴിഞ്ഞാലാണ് അതിനനുസരിച്ച് ടീച്ചേഴ്സിന് പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ ഇവാലുവേഷൻ സിസ്റ്റം ഇൻ എഡ്യൂക്കേഷൻ ഈസ് ടു ഐഡന്റിഫൈ ദ സ്റ്റുഡന്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇപ്പൊ 8 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഈ 8 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. 8 ക്വസ്റ്റ്യൻ ചെയ്തു. ആ 8 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടി, അല്ലെങ്കിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ആയി, അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്കൊരു സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്കും കുറച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കായിട്ട് തരുവാണ്. സോ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. What is not an advantage of discovery method? We have 4 option. It provides training to prepare students for life. It develops the self-confidence and self-reliance. This method is suitable for the students of lower classes. Then it develops a scientific and critical attitude among students. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം what is not an advantage ആണ്. ഡിസ്കവറി മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തതാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. സോ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ദ ലേണർ വർക്ക്സ് അലോൺ ഓർ ഇൻ എ ഗ്രൂപ്പ് ഗൈഡഡ് ബൈ. ആരാണ് ഗൈഡ് ചെയ്യുന്നത്? ടീച്ചർ, മെന്റർ, ഫെസിലിറ്റേറ്റർ, സ്റ്റഡി മെറ്റീരിയൽസ്. വളരെ സിമ്പിൾ അല്ലേ? കുറച്ച് രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അതും കൂടി ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുവാണ്. അപ്പൊ ഇത് ഏതാണ് ആൻസർ എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇതും അതുപോലെ തന്നെ ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ടൈപ്പ് ചെയ്യാൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഓപ്ഷൻ 1, 2, 3 എന്ന് കൊടുക്കാതെ, കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എന്ന് അറിയില്ല. ഇതിന്റെ ഓപ്ഷൻ ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ടീച്ചർ, മെന്റർ ആണെങ്കിൽ മെന്റർ, അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും അല്ലെ, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കണം എന്നുള്ള ധാരണയായിട്ടുണ്ടാവും. സോ ഇതിന് താഴെ തന്നെ ഒരു കാര്യം കൂടെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് വേണം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. സോ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. സോ പറയാനുള്ളത്, ഇനി നമുക്ക് ആകെ 30 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ആണല്ലോ. ഇനി പഠിക്കാനായിട്ട് 30 ദിവസം മാത്രമേ ഉള്ളൂ. സോ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഏകലവ്യ എന്നൊരു സ്വപ്നം, ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അതിലൊരു ടീച്ചർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 30 ദിവസത്തെ ഒരു കോഴ്സ് നമ്മുടെ CCയിൽ തുടങ്ങിയിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് കമന്റും കൂടെ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം ജസ്റ്റ് കമന്റും കൂടെ ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. സോ എല്ലാവരും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.